ഹായ് ഹലോ എല്ലാവർക്കും ഷെരീസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് ഒരു സലാഡാണ്. അതായത് കൊസുമല്ലി, ഒരു തമിഴ്നാട് ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത കൊസുമ്പരി എന്നും പറയും കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ചമാങ്ങയാണ് ഇതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത്. റോ മാംഗോ, അത് പച്ചമാങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അത് ഒരു 1/4 കപ്പോളം ഉണ്ട്. ചെറിയൊരു ഇതിൽ 1/4 കപ്പോളം ഉണ്ട്. പിന്നെ അതേ അളവിൽ കുക്കുംബർ, നമ്മൾ സലാഡിന് ഉപയോഗിക്കുന്ന വെള്ളരിക്കയില്ലേ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിയുക, അതുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ, അത് 3 മണിക്കൂർ കുതിർത്തി ഇട്ടതാണ്. ഏകദേശം 1/2 കപ്പോളം ഉണ്ട്. നന്നായിട്ട് കുതിർത്തെടുക്കണം കേട്ടോ. പിന്നെ തേങ്ങയും റോ മാംഗോയുടെ അത്രയും ഒരു 1/4 കപ്പ് അത്രയും മതി. പിന്നെ കടുകും ഉഴുന്നും ചുമന്ന മുളകും കൂടെ ഒന്ന് ജസ്റ്റ് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊട്ടിച്ചെടുത്താണിത്. വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ മതി. ബാക്കി ഞാൻ അതിനകത്ത് ഒഴിക്കുന്ന ഒലിവ് ഓയിലാണ്. പിന്നെ കറിവേപ്പില, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കൊസുമല്ലി ഉണ്ടാക്കാൻ വേണ്ടത്. ഓക്കെ, നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. എളുപ്പമാണ്. ഈ ചെറുപയർ പരിപ്പ് നമ്മൾ ഇതുപോലത്തെ വേണം കേട്ടോ, എന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഇതെല്ലാം കൂടി ഇടുക, മിക്സ് ചെയ്യുക, ഉപ്പ് ചേർക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ അതിനകത്ത് ലൈം ജ്യൂസൊന്നും ഒഴിക്കുന്നില്ല, കാരണം നമ്മൾ പച്ചമാങ്ങയാണ്, അപ്പോൾ അതിൻ്റെ പുളിപ്പുണ്ടാവും. കറിവേപ്പില ഇടുക, ഉപ്പിടുക, എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. കടുകും ഉഴുന്നും അതൊക്കെ ഒരു നുള്ളു മതി. ഒരു നുള്ളു കടുക്, ഒരു നുള്ളു ഉഴുന്ന്, കാരണം ഇത്രയല്ലേ ഉണ്ടാക്കണുള്ളൂ. നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് കടുകും കുറച്ച് കൂട്ടാം. ഓക്കെ, ഇനി നമ്മൾ ചേർക്കാൻ പോണ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഒരു 2 ടീസ്പൂൺ അത്രയും മതിയാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കൊസുമല്ലി റെഡി ആയിട്ടുണ്ട്. റോ മാംഗോ കൊസുമല്ലി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം നല്ല ടേസ്റ്റാണ് ഇതിന്. ആ ചെറുപയർ പരിപ്പിൻ്റെയും എന്താ പറയുക, പച്ചമാങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റ്, ആ ഉപ്പും. പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒലിവ് ഓയിലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഇത്. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് ഇളക്കണം കേട്ടോ, കാരണം നമ്മൾ ആ ഉപ്പും ഒലിവ് ഓയിലും ഒക്കെ എല്ലായിടത്തും പറ്റണമല്ലോ. ഇതേപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നാളെ മറ്റൊരു വിഭവമായിട്ട് നമുക്ക് കാണാം.